ഹലോ എല്ലാവർക്കും മാദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗാർലിക് ചിക്കനാണ് തയ്യാറാക്കുന്നത്. അധികം മസാലകളൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ റെസിപ്പിയിലോട്ട് അങ്ങ് കയറിയാലോ. വളരെ പെട്ടെന്ന് നൊട്ടിയടി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗാർലിക് ചിക്കനാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഗാർലിക് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ നമുക്ക് എടുക്കാം കേട്ടോ. അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്തെടുക്കാം. എല്ലില്ലാത്ത കഷ്ണങ്ങളായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പക്ഷേ ഞാനിവിടെ ചെറിയ യെല്ലോ കളർ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. കുരുമുളക് പൊടിയും കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മൾ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നോ അതിനനുസരിച്ച് ചിക്കനിലോട്ടും ഈ മുളക് പൊടിയും കുരുമുളകൊക്കെ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടി സൺഫ്ലവറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോ ചിക്കനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ നമ്മൾ ഗാർലിക് ചിക്കനൊക്കെ തയ്യാറാക്കുന്ന സമയത്തും നമുക്ക് ചോറിനേക്കാട്ടും കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ചപ്പാത്തീൻ്റെ കൂടെ പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനാണ് കേട്ടോ. പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റിയാണ്. പക്ഷേ ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 2 വശവും നല്ലതുപോലെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 3/4 വേവോളമായിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യാം, നമുക്കിതിന് ചിക്കൻ അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലൂടെ അങ്ങ് മാറ്റാം. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് അതേ കടായി വെച്ച് ബാക്കിയുള്ള കുക്കിംഗ് പരിപാടികൾ ചെയ്യാം കേട്ടോ. അതേ ഓയിലിലോട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗാർലിക്ക് കുഞ്ഞായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം വലിയ ഒരു ഗാർലിക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു 8 ഗാർലിക്കാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഗാർലിക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഗാർലിക്ക് എടുക്കുക. അത്യാവശ്യം ഗാർലിക്കിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. നല്ലതുപോലെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേ രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് അളവ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഞാനൊരു 10-15 മിനിറ്റോളം അതേ രീതിയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഗാർലിക്കും ചിക്കനും നല്ലതുപോലെ ഒന്ന് കിടന്നൊന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതിലോട്ട് ഇച്ചിരി ബട്ടറും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ബട്ടറൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് പോയി അത്യാവശ്യം ഒന്ന് ഡ്രൈ ആവുന്ന വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർലിക് ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിലുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇച്ചിരി മല്ലിയിലയും അങ്ങ് ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് ചെയ്യാം, നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഈ ചിക്കനൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. Thank you for watching my video.